അവിടെ ഈ കശ്മീരിൽ ഇന്നലെ എത്തിയ സഞ്ചാരികളെ ചേർത്ത് നിർത്തുന്ന കശ്മീർ ജനത ഇന്നലത്തെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. പലതരത്തിൽ മനുഷ്യന്മാരെ വിഭജിക്കാൻ തക്ക വിധത്തിൽ ഒരു ആക്രമണവും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളൊക്കെ അങ്ങനെയുള്ളതായിരുന്നു. പക്ഷെ അപ്പോഴും ഈ കശ്മീർ ജനത അവിടെ എത്തിയ മനുഷ്യന്മാരെ ചേർത്ത് നിർത്തി അവർ സുരക്ഷിതരാണെന്ന് ഉറപ്പിച്ച് പറയുകയായിരുന്നു. ഭീകരവാദത്തെ അപലപിച്ചുകൊണ്ട് ജനം ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങുന്നതും അസാധാരണമായ ഒരു കാഴ്ചയാണ് കശ്മീരിൽ നിന്ന്. ആക്രമണത്തെ തുടർന്ന് കശ്മീരിൽ നിന്ന് മടങ്ങിയ സഞ്ചാരികൾക്ക് ഭക്ഷണവും വെള്ളവുമായി വഴിയരികിൽ ഇവർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. 3.5 പതിറ്റാണ്ടിനിടെ ആദ്യമായി കശ്മീർ സമ്പൂർണ്ണമായി അടഞ്ഞുകിടന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്നാണ് രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും വ്യാപാര സംഘടനകളും സംയുക്തമായി ബന്ദിന് ആഹ്വാനം ചെയ്തത്. എല്ലാവരും കടകളും മറ്റ് സ്ഥാപനങ്ങളും അടച്ചിടണമെന്ന അഭ്യർത്ഥന മോസ്കുകളിലെ ഉച്ചഭാഷിണികളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. കശ്മീർ ജനത അത് കേട്ടു. അങ്ങനെ തെരുവുകളിൽ പ്രതിഷേധം മുഴുവൻ കൊണ്ടു. ഭീകരവാദത്തെ അപലപിച്ചുകൊണ്ട് ജനം ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി. താഴ്വരയിൽ കുടുങ്ങിയ സഞ്ചാരികൾക്ക് തിരികെ പോകും വരെ സംരക്ഷണമൊരുക്കുമെന്നും അവർ ഉറപ്പു നൽകി. അവിടെ നിന്ന് മടങ്ങിയ സഞ്ചാരികൾക്ക് ഭക്ഷണവും വെള്ളവുമായും കശ്മീർ ജനത കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. आपके साथ हैं, हम इसकी पूरी मजम्मत करते हैं। ये हम पे हमला हुआ है, आप लोगों पे नहीं हुआ है सर, हम इसके खिलाफ हैं. ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും ഞങ്ങൾ ഒന്നാണ് എന്ന പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഉയർത്തിയായിരുന്നു പ്രകടനം. ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് കശ്മീരിലെ പത്രങ്ങൾ 1-ാം പേജ് കറുത്ത നിറത്തിൽ അച്ചടിച്ചു. അഗാധമായ ദുഃഖത്തിലും കശ്മീരിന്റെ ശബ്ദം നിശബ്ദമാകില്ലെന്ന സന്ദേശമാണ് മാധ്യമങ്ങൾ നൽകിയത്. ഭീകരാക്രമണത്തെ ചെറുക്കാനുള്ള സൈനിക നടപടികൾക്കൊപ്പമാണ് തങ്ങളെന്ന് പ്രതിഷേധത്തിനെത്തിയ ജനത പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ മെഴുകുതിരികൾ തെളിയിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയ ജനത ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.